Good morning, guys. Audible or no? Am I audible? Yes, ma'am. Okay. Just a second. Okay. So we'll proceed with the first news. The Grey Rhino event. Okay. Actually, നമ്മൾ കേൾക്കുമ്പോൾ കരുതും മൃഗങ്ങളെ കുറിച്ചാണെന്ന് ഗ്രേ റൈനോ ഇവൻറ്റ്, ബട്ട് ഇറ്റ്സ് നത്തിങ് റിലേറ്റഡ് ടു ആനിമൽസ്. ഓക്കെ, ഇതൊരു പുതിയൊരു ടേം ആണ്. ഓക്കെ, ദറ്റ് വി ആർ ഗോയിങ് ടു ലേൺ. ഗ്രേ റൈനോ ഇവൻറ്റ് എന്ന് ബേസിക്കലി പറഞ്ഞാൽ നമ്മളിപ്പം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിസാസ്റ്ററിനെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫ്രജൈലായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിരുന്നു നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നടന്ന വയനാട് ലാൻഡ്സ്ലൈഡ് അല്ലേ. നമ്മുടെ വയനാട് ലാൻഡ്സ്ലൈഡ് ആക്ച്വലി നമ്മൾ there have been a lot of signals that the landscape has been giving for a very long time, and we've been warned multiple times as well. There are various reports that have been brought about, like Kasturi Rangan report and ഒരുപാട് റിപ്പോർട്ട്സ്, ഗാഡ്ഗിൽ റിപ്പോർട്ട്, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഇങ്ങനത്തെ കുറേ റിപ്പോർട്ടുകളും നമുക്ക് ഈ വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ ഫ്രെജിലിറ്റിയെക്കുറിച്ചും ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ജസ്റ്റ് ലൈക്ക് ഹൗ വി ലേൺ ഹിമാലയാസിൽ ഇൻഫ്രാസ്ട്രക്ചർ നടത്തുമ്പം നമ്മളെപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ഫ്ലഡ്സും ഫ്ലാഷ് ഫ്ലഡ്സും ക്ലൗഡ് ബേഴ്സും ഒക്കെ ഹിമാലയാസിൽ വന്ന സമയത്തും നമ്മൾ വളരെ റീസെൻ്റ്ലി വി ഓൾസോ സോ എ പീസ് ഓഫ് ന്യൂസ് വെയർ വി റെഡ് ദാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഹിമാലയാസിനെ കൂടുതൽ ഫ്രജൈൽ ആക്കുന്നത്, അൺചെക്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, റൈറ്റ്? ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓൾറെഡി വെസ്റ്റേൺ ഘാട്ട്സ് വളരെ വളറബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് എന്ന് പല രീതികളിലും പല റിപ്പോർട്ടുകളിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. പിന്നെ ദ ലാൻഡ്സ്കേപ്പ് ഇറ്റ് സെൽഫ് ഇസ് ഷോയിങ് എ ലോട്ട് ഓഫ് സിഗ്നൽസ് അല്ലേ. ലാൻഡ്സ്ലൈഡ് ഇതിപ്പോൾ ആദ്യത്തെ ലാൻഡ്സ്ലൈഡ് അല്ല, ഇതിന് മുന്നേയും ലാൻഡ്സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും വാർണിങ്സ് ഒക്കെ കിട്ടിയിട്ടും ഇവൻ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ റെയിൻഫോളിൻ്റെ ഇൻഡിക്കേഷൻ ആ സമയത്ത് അവർ അത്യാവശ്യം തന്നിട്ടുണ്ടായിരുന്നു, ദാറ്റ് ദർ ഈസ് ആൻ ഇംപെൻഡിങ് ഡേഞ്ചർ വെൻ ഇറ്റ് കംസ് ടു റെയിൻഫോൾ ആസ് വെൽ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സിഗ്നൽ തന്നിട്ടും വേണ്ട രീതിയിൽ ആക്ഷൻ എടുത്തില്ല അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു കേരള ലാൻഡ്സ്ലൈഡ്, വയനാട് ലാൻഡ്സ്ലൈഡ് നടന്നത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇറ്റ് ഡിഡ് നോട്ട് ക്യാച്ചസ് ഓഫ് ഗാർഡ്. മനസ്സിലായോ? നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിരുന്നു ഈ വയനാട് ലാൻഡ്സ്ലൈഡ്. സോ സച്ച് എൻ ഈവൻറ്റ് which has been clearly showing certain symptoms that it is going to happen, and it has been showing clear signals as well, and in spite of it we did not act upon it എന്നുള്ളൊരു ഈവൻറ്റിനെയാണ് നമ്മൾ ഗ്രേ റൈനോ ഈവൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഈവൻ്റാണ്, പക്ഷെ നമ്മളത് ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങൾ സമയത്തും കാലത്തും ചെയ്തില്ല എന്നുള്ളതിനെയാണ് നമ്മൾ ഗ്രേ റൈനോ ഈവൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇസ് ദിസ് ടേം ക്ലിയർ? ഗ്രേ റൈനോ ഈവൻറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടെ പറഞ്ഞു തരണോ? ക്ലിയർ? അതുല്യ, പ്രയാഗ്, സോന, clear? Okay, fine. So I'll just read this once. In their paper Sliding Earth, Scattered Lives, experts have called Kerala's Wayanad landslide in July 2024 a grey rhino event, pointing out how authorities disregarded warnings about rainfall dangers and ecological fragility for years. What is a grey rhino event? A grey rhino is an extremely likely high-impact occurrence that is predictable and observable but frequently ignored until it results in a catastrophic harm. എന്താണ് പറയുന്നത്? ഒരു ഗ്രേ റൈനോ ഈവൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി വളരെ പ്രഡിക്റ്റബിൾ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഈവൻ്റാണ്. അതിന് കുറേ സിംറ്റംസും സിമ്പിൾസും ഒക്കെ ഈ എൻവയൺമെൻറ്റ് നമുക്ക് തരികയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയും എൻവയൺമെൻറ്റ് തന്നെ, ദാറ്റ് ഐ എം ഫ്രജൈൽ, വി ആർ നോട്ട് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ഓഫ് ഇറ്റ്,
ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും ഒക്കെ നിൽക്കുന്നതല്ലാണ്ട് ഇതിന് വേണ്ട ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തുന്നില്ല. ഇപ്പം ലാൻഡ്സ്ലൈഡ് ഇത് ആദ്യത്തെ ഇൻസിഡൻറ്റ് അല്ല, അല്ലേ? ഇതിന് മുന്നേയും ലാൻഡ്സ്ലൈഡ്സ് വന്നിട്ടുണ്ട്. ഇതിന് മുന്നേയും നമുക്ക് അറിയാം ദാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഒരു മേഖലയിൽ ചെയ്യുമ്പം, ഡീഫോറസ്റ്റേഷൻ ചെയ്യുമ്പം നമ്മൾ അത്രയും സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഫ്രജൈൽ റീജൻ, മൗണ്ടൻ റീജൻ ആണ്, ഫ്രജൈൽ റീജൻ ആണ്, ഒരുപാട് ഫ്ലോറ ഫോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റീജൻ ആണ്, അല്ലേ? So when the region itself has been giving us a lot of symptoms, പക്ഷേ we have very well chosen to ignore it and not act upon it. നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഡിസാസ്റ്റർ ആയിരുന്നു, പക്ഷെ നമ്മൾ ഒഴിവാക്കിയില്ല. And what happened, we kept ignoring the signals given by the environment, and finally we have ended up in a catastrophe. That was the Wayanad landslide, which resulted in complete, അല്ലേ, ഒരു വില്ലേജ് തന്നെ മണ്ണിൻ്റെ അടിയിലാവുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഈ ഒരു ലാൻഡ്സ്ലൈഡ് പോയത്. ഇത് ഇൻ കോൺട്രാസ്റ്റ്, അതായത് ദിസ് ഇസ് എൻ ഈവൻറ്റ് ദാറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. അതിനെയാണ് നമ്മൾ ഗ്രേ റൈനോ ഈവൻറ്റ് എന്ന് പറയുന്നത്. നൗ തിങ്ക് അബൌട്ട് ദാറ്റ് ഈവൻറ്റ് വിച്ച് ഡസ് നോട്ട് പ്രിപ്പയർ അസ് അറ്റ് ഓൾ. പെട്ടെന്ന് വന്ന് നമുക്ക് ഒരു സിംറ്റം പോലും തരാണ്ട് ഒരു ഡിസാസ്റ്റർ വരുന്നതിനെയാണ് നമ്മൾ ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ് എന്ന് പറയുന്നത്. അതായത് അൺകോമൺ ആണ്, അത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് തന്ന് വരുന്ന ഒരു ഈവൻറ്റ് അല്ല, ഒരു മുന്നറിയിപ്പ് തന്ന് വരുന്ന ഒരു ഡിസാസ്റ്റർ അല്ല. ഓപ്പോസിറ്റ് ഓഫ് ഗ്രേ റൈനോ ഇവൻറ്റ് ആണ് ബ്ലാക്ക് സ്വാൻ ഇവൻറ്റ്. യു ക്യാൻ യൂസ് ദിസ്, ദീസ് ടേംസ് നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ, ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് പറയുവാണെങ്കിലും, നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഡിസാസ്റ്റർ, ഒരു എർത്ത് ക്വേക്ക് വരുവാണ്, നമുക്ക് എർത്ത് ക്വേക്ക് വരുമ്പം നമുക്ക് പെട്ടെന്ന്, എസ്പെഷ്യലി ഇൻ ദ പസഫിക് റിംഗ് ഓഫ് ഫയർ റീജിയനിലൊക്കെ ഇറ്റ് ഈസ് പ്രോൺ ടു ഹാപ്പൻ, റൈറ്റ്? ആ ഒരു സ്ഥലത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന സമയത്ത്. എൻവയൺമെന്റ് ഡസ് നോട്ട് കീപ് ഗിവിംഗ് എ സിഗ്നൽസ് ആൻഡ് ഓൾ. സെയിം ഗോസ് വിത്ത് വോൾക്കാനിക് ഇറപ്ഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനത്തെ ഡിസാസ്റ്റേഴ്സ് ഇസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ. ദാറ്റ് ഇസ് എ ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ്, അല്ലേ? ഒരു ബ്ലാക്ക് സ്വാൻ ഈവൻ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇറ്റ് ഡസ് നോട്ട് പ്രിപ്പയർ അസ് ഫോർ എനിത്തിങ്. നമ്മൾ ഇപ്പം ഒരു ലാൻഡ് സ്ലൈഡ് നടക്കുന്നത് പോലെയോ ഹിമാലയയിൽ ഈ പറയുന്നത് പോലെ ഇൻഫ്രാസ്ട്രക്ചർ അൺചെക്ക് ചെയ്യാണ്ട് നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തി അവിടെ ഫ്ലാഷ് ഫ്ലഡ്സ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയൊന്നും അല്ല, അല്ലേ? ഇവിടെ ബ്ലാക്ക് സ്വാൻ ഇവൻറ്റിൻ്റെ കേസിൽ നമുക്ക് കറക്റ്റായിട്ട് എപ്പോൾ ഇത് നടക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ജസ്റ്റ് ക്യാച്ചസ് ഇസ് ഓഫ് ഗാർഡ്. പെട്ടെന്ന് വരുന്ന ഒരു ഡിസാസ്റ്ററാണ് ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രേ റൈനോ ഈവൻറ്റ് അതിനെ അപേക്ഷിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമും നമുക്ക് വാർണിങ്സ് ഒക്കെ തന്നിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് വരുന്ന ഒരു ഡിസാസ്റ്ററിനെയാണ് ഗ്രേ റൈനോ ഈവൻറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടേം മനസ്സിലായോ നിങ്ങൾക്ക്? വാട്ട് ഈസ് എ ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ്, വാട്ട് ഈസ് എ ഗ്രേ റൈനോ ഈവൻറ്റ്? എനി ഡൗട്ട്? No doubt. Atulya, Sona, can you guys respond? No, ma'am. No doubt? Okay, fine. So it emphasizes clear but disregarded hazards in contrast to black swan events which are uncommon and unanticipated. Unanticipated എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, unanticipated എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വരുന്ന ഒരു ഈവൻറ്റിനെയാണ് നമ്മൾ അൺആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം ഗ്രേ റൈനോ ഈവൻറ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് 2016 by policy analyst Michele Wucker of the United States in her book The Grey Rhino, How to Recognize and Act of the Obvious Dangers We Ignore. അന്നാണ് ഈ ഗ്രേ റൈനോ ഈവൻറ്റ് എന്നുള്ളൊരു ടേം തന്നെ കോയിൻ ചെയ്യുന്നത്. ഓക്കെ, why it is relevant? Because it has been associated with Kerala landslide, something that has occurred in India, and it has come in current affairs. അപ്പം there is a chance that UPSC can ask എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടേം ആണ് ഗ്രേ റൈനോ ഈവൻറ്റ്, ആൻഡ് ദേ കൻ പ്രോബബ്ലി ഗിവ് 4 ഓപ്ഷൻസ് ഇൻ വിച്ച് ദേ പ്രോബബ്ലി മെൻഷൻ റൈനോസറസ് ആസ് വൺ ഓഫ് ദി ഓപ്ഷൻ. റൈനോസറസിൻ്റെ എക്സ്റ്റിങ്ഷൻ ആണ് ഒരു കാരണം. 2 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ് രണ്ടാമത്തെ പോയിന്റ്. 3, 4 അവർക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് ഇടാം. അപ്പോൾ നമ്മൾ ഇത് അറിയാത്ത ഒരാൾ, ഈ ഒരു ഗ്രേ റൈനോ ഈവൻറ്റ് എന്താണെന്ന് അറിയാത്ത ഒരാൾ നാച്ചുറലി പോയി കുത്താൻ പോകുന്നത് റൈനോസറസിൻ്റെ പോയിന്റ് ആയിരിക്കും, അല്ലേ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് നമുക്ക് നമ്മളുടെ ചിന്തയിൽ വരില്ല ഇത് വായിച്ചിട്ടില്ലെങ്കിൽ. സോ സച്ച് തിങ്സ് വെൻ ഇറ്റ് കംസ് ഇൻ ദ ന്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഗ്രേ റൈനോ ഇവൻറ്റ്, ബ്ലാക്ക് സ്വാൻ ഇവൻറ്റ്, ദീസ് ആർ ദ 2 types of event. Grey rhino event is an event where we are not where we are given a lot of എന്താ പറയുക, നമുക്ക് പ്രിപ്പയർ ആവാനുള്ള ടൈമും
ഈ ഇൻഡിക്കേഷൻസും ഒക്കെ എൻവയൺമെൻറ്റ് തന്നിട്ടും നമ്മളതിനെ ഇഗ്നോർ ചെയ്ത് വരുന്ന ഒരു ഡിസാസ്റ്ററിനെയാണ് ഗ്രേ റൈനോ ഈവൻറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒട്ടും തന്നെ നമുക്ക് പ്രിപ്പയർഡ് ആവാൻ പറ്റാത്ത പെട്ടെന്ന് വരുന്ന ഒരു ഡിസാസ്റ്ററിനെ നമ്മൾ ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഗ്രേ റൈനോ ഈവൻറ്റിൻ്റെ വളരെ കീ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് നമ്മൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ്. എന്തൊക്കെയായിരിക്കും? ഗ്രേ റൈനോ ഈവൻറ്റിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് പ്രഡിക്റ്റബിലിറ്റിയാണ്, അല്ലേ? നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാമേജ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്, അല്ലേ? സോ the danger is well known and recorded. For example, Wayanad slopes were marked as unstable in ESA reports. ESA reports എന്ന് പറയുന്നത് environmental site assessment reports ആണ്. ഈ റിപ്പോർട്ട്സിൽ വയനാട് സ്ലോപ്സ് അൺസ്റ്റേബിൾ ആണ് എന്ന് ഓൾറെഡി നമുക്ക് റെക്കോർഡഡ് ആണ്, വെൽ നോൺ ആണ്. ഈ പറയുന്നത് പോലെ ഗാഡ്ഗിൽ റിപ്പോർട്ട്സ്, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്സ്, അതേപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ട്, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ്. ഇവിടെയൊക്കെ ഇവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ദാറ്റ് വയനാട് ഈസ് എ വെരി വെരി എൻവയൺമെന്റലി ഫ്രജൈൽ റീജിയൻ ആൻഡ് വി നീഡ് ടു ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ വൈൽ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് or doing any sort of project in this region. Okay, പിന്നെ ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്. ഈ ഗ്രേ റൈനോ ഈവൻറ്റ് എന്ന് പറയുന്നത് വളരെ എവിഡൻ്റ് ആണ്. വളരെ ഏർലി വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വയനാട് ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ ദർ വാസ് ഓൾറെഡി ഹെവി റെയിൻഫോൾ ഇൻ ദിസ് റീജിയൻ. Okay, there were different ranges of alerts that were already given. People, some number of people were also moved into rehabilitation centers. There were warning for people to move into rehabilitation centers. പക്ഷേ ഇതെല്ലാം മറികടന്നും ഈ പറയുന്നത് പോലെ we did not act on time എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഡിസാസ്റ്റർ നടന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രഡിക്റ്റബിലിറ്റി, പിന്നെ ഒന്ന് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് തരുന്നു, രണ്ട് ഇതിനെ ഇഗ്നോർ ചെയ്യുന്നു, നെഗ്ലെക്റ്റ് ചെയ്യുന്നു, അല്ലേ? പൊളിറ്റിക്സ്, എക്കണോമിക് ഇൻട്രസ്റ്റ് ഓർ കോംപ്ലസൻസി കോസ്റ്റ് അതോറിറ്റീസ് ടു ഡു നത്തിങ്. വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്? ഈ പറയുന്നത് പോലെ ഗവൺമെൻറ് ആണെങ്കിലും if you would have followed news at that point of time, you would have seen how the central government and state government had even tug of war with respect to words as well. എന്തുകൊണ്ട് ഞങ്ങൾ ഈ അലേർട്ട് ഞങ്ങൾ ഓൾറെഡി ഫോർകാസ്റ്റിംഗ് കൃത്യമായിട്ട് തന്നതാണ് എന്ന് സെൻറ്ററും, സ്റ്റേറ്റ് ഗവൺമെൻറ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ന്യൂസ് കിട്ടിയില്ല എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന രീതിയിലുള്ള ഫോർകാസ്റ്റിംഗ് തന്നു എന്ന് പറയുന്നതും, അങ്ങനെയൊക്കെ ഒരുപാട് ടഗ് ഓഫ് വാർ ഓഫ് വേർഡ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ബേസിക്കലി ഇവിടെ പറയുന്നത് നമ്മൾ ദിസ് ഇസ് നോട്ട് എ വൺ ടൈം ഇവൻറ്റ്. ഇത് ജസ്റ്റ് ബിക്കോസ് അവർ വാർണിംഗ് തന്നു, നമ്മൾ വാർണിംഗ് തന്നില്ല, ഇത് അതിലൊതുങ്ങുന്നതല്ല. ഇത് കാലാകാലങ്ങളായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ പൊളിറ്റിക്സും എക്കണോമിക് ഇൻട്രസ്റ്റും, അതായത് നമ്മൾ ഈ ഒരു വെസ്റ്റേൺ ഗാർഡ്സിനെ നമ്മൾ അൺചെക്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ എക്കണോമിക് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പം ടൂറിസം മേഖല ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു റീജിയനാണ് നമ്മുടെ ഈ പറയുന്ന വയനാട്, മൂന്നാർ, അല്ലേ? ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ടൂറിസം ഭയങ്കര കൂടുതൽ. ഈ വെസ്റ്റേൺ ഘാട്ട് റീജിയൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവ് വെൻ ഇറ്റ് കംസ് ടു കേരള ടൂറിസം. സോ വാട്ട് ഈസ് ഗവൺമെൻറ്റ്സ് ഇൻട്രസ്റ്റ് ഹിയർ? ദാറ്റ് നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ നടത്തുവാണെങ്കിൽ നമുക്ക് എക്കണോമിക് ഗെയിൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഈ ടൂറിസം സെക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വി ഷുഡ് ഓൾസോ make sure that it's a balanced development with the it goes hand in hand with the environmental sustainability. ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു, അല്ലേ? സോ ദിസ് ഇസ് വാട്ട് ദാറ്റ് പോയിന്റ് ഇസ് ട്രൈങ് ടു സേ, ദാറ്റ് പൊളിറ്റിക്സും എക്കണോമിക് ഇൻട്രസ്റ്റും ആണ് ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഹൈ ഇമ്പാക്ട്, ഇറ്റ് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് നെഗറ്റീവ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയറമെൻറ്റൽ ഇമ്പാക്ട് വെൻ ഇറ്റ് ഒക്കേഴ്സ്. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ചെറിയൊരു ഡിസാസ്റ്റർ അല്ല. ഇത് നടന്ന സമയത്ത് യു ഗൈസ് മസ്റ്റ് ഹാവ് സീൻ, അല്ലേ? യു ഗൈസ് മസ്റ്റ് ഹാവ് ഫോളോഡ് ഇറ്റ് ഓൺ ന്യൂസ് നോട്ട് ലോങ് അഗോ. ലാൻഡ്സ്ലൈഡ് നടന്നത് ഇറ്റ് ആക്ച്വലി കേം ആസ് എ ഹ്യൂജ്, എന്താ പറയുക, ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു ഡിസാസ്റ്ററായി മാറിയ ഒരു ഡിസാസ്റ്ററാണ് വയനാട് ലാൻഡ്സ്ലൈഡ് എന്ന് പറയുന്നത്, അല്ലേ? സോ മെനി പീപ്പിൾ ലോസ്റ്റ് ലൈവ്സ്, ലോസ്റ്റ് ദിയർ ഹൗസസ് ആൻഡ് ലോട്ട് മോർ തിങ്സ്, അല്ലേ?
and it is actionable. അതായത് if prompt action is taken, നമുക്ക് സമയത്ത് നമ്മൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസാസ്റ്റർ ആണ് ഈ ഗ്രേ റൈനോ ഈവൻറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രേ റൈനോ ഈവൻറ്റ്, അൺലൈക്ക് ബ്ലാക്ക് സ്വാൻ. ഓക്കെ, സോ is this slide clear? Any doubt? Can I go ahead? Okay. Okay. Now, ഇന്നലത്തെ ന്യൂസിൽ, ഇന്നലത്തെ അല്ല മിനിഞ്ഞാന്നത്തെ ന്യൂസിലെ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ഒരു ഹെഡ്ലൈൻ ആണ്, കേസ് പെൻഡൻസി കണ്ടിന്യൂസ് ടു പ്ലേഗ് ദ സുപ്രീം കോർട്ട് ആസ് ബാക്ക്ലോഗ് ഹിറ്റ്സ് ഓൾ ടൈം ഹൈ ഓഫ് 88,417 കേസസ്. ഓക്കെ, സോ ഇത്രയും പെൻഡിങ് കേസസ് ആണ് സുപ്രീം കോർട്ടിലുള്ളത്. ആൻഡ് വി മസ്റ്റ് ഓൾസോ നോ, ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്ന courts usually Supreme Court in comparison to other courts. Okay, comparatively നമുക്ക് ഹൈ കോർട്സിനെയൊക്കെ അപേക്ഷിച്ച് ഉള്ള കേസ് വെയിറ്റേജ്, അതായത് കേസ് പെൻഡിങ് വെയിറ്റേജ് കുറവാണ്. ഹൈക്കോർട്സിലൊക്കെ ഇതിലും കൂടുതൽ കേസസ് പെൻഡിങ് ഉണ്ട്. സോ സുപ്രീം കോർട്ട് ഇത് ചെയ്യുമ്പോൾ, സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് തലപ്പത്ത് നിൽക്കുന്ന കോർട്ടാണ് അല്ലേ, അപ്പം അവർക്ക് ഈ കേസസ് സമയത്ത് ഡിസ്പേഴ്സ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓൺലി ദെൻ ക്യാൻ ലോവർ കോർട്ട്സ് ഓൾസോ ഫങ്ഷൻ പ്രോപ്പർലി. അവർക്കും കണ്ട് ഒരു ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു കോടതിയാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ കേസ് പെൻഡൻസീസ് വളരെയധികം കൂടുതലാണ് സുപ്രീം കോർട്ടിൽ. സുപ്രീം കോർട്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 34 ജഡ്ജസ് ആണ്. ഓക്കെ, in spite of operating on full strength, 34 ജഡ്ജസിൽ വേക്കൻസിയോ അങ്ങനെ ഒന്നുമില്ല. എന്നിരുന്നിട്ടും നമ്പർ ഓഫ് കേസസ് പെൻഡിങ് ഹാസ് റീച്ച്ഡ് an all time high of 88,417 cases. In August 2024, there were more new filings, 7,080, than there were disposals. അതായത് കേസുകൾ വന്നത് 7,080, അതിൽ സോൾവ് ചെയ്യപ്പെട്ടത് 5,667. ഇത് എന്താണ് മനസ്സിലാക്കുന്നത്, നമുക്ക് ഓരോ മാസവും പെൻഡിങ് ഫയൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 7,080 മൈനസ് 5,667, അത്രയും കേസസ് പെൻഡിങ് ആണ് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം. അപ്പം ഇതിങ്ങനെ ഓരോ വർഷം കൂടുന്തോറും ഓരോ മാസത്തിൽ ഇങ്ങനെ കേസസ് കുന്നുകൂടി അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, sizable amount of cases are pending in the Supreme Court. So the accumulation of cases that are not resolved within a reasonable amount of time is known as the judicial backlog. Okay, again this is a term you guys can use on a daily basis അല്ലേ. നമ്മൾ എന്തെങ്കിലും പറയുമ്പം judicial backlog എന്നൊക്കെയുള്ള ഒരു ടേം യൂസ് ചെയ്യുവാണെങ്കിൽ you are an aspirant preparing for UPSC, so your answers and your എന്താ പറയുക, the terms you use are a lot more refined. ഓക്കെ, നമ്മൾ ജുഡീഷ്യറിയിൽ പെൻഡിങ് കേസസ് എന്ന് പറയുന്നതിലും ജുഡീഷ്യൽ ബാക്ക്ലോഗ് എന്ന് പറയുന്നതാണ് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വാക്ക്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ജുഡീഷ്യൽ ബാക്ക്ലോഗ്? ഡു യു തിങ്ക് ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ്? ഈസ് ഡിലേഡ് ജസ്റ്റിസ് എ ഡിനൈഡ് ജസ്റ്റിസ്? റൈറ്റ്, നമ്മൾ സമയത്ത് ഒരു ജസ്റ്റിസ് കിട്ടിയില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡിനയൽ ഓഫ് ജസ്റ്റിസ് ഇറ്റ് സെൽഫ്. Right? There are cases that are solved after years after filing, especially very vulnerable cases അല്ലെ. പണ്ടത്തെ കാലത്ത്, ഇപ്പോഴാണ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത് പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ. എസ്പെഷ്യലി ഈ പറയുന്നത് പോലെ പോക്സോ കേസസ് ഇതൊക്കെ സോൾവ് ചെയ്യാൻ ഇപ്പം ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാലത്ത് when all that was not there and completely we used to rely on these courts and systems, and that is when we actually felt the burden of a case being solved after years. അല്ലേ, ഇപ്പം ബിൽക്കിസ് ബാനോ ൻ്റെ ഒരു ഉദാഹരണം നമുക്ക് പറയാം അല്ലേ. ഗുജറാത്ത് റൈറ്റ്സിൽ somebody who lost her entire family and somebody who was brutally raped as well. And ബിൽക്കിസ് ബാനോവിൻ്റെ ഒരു ഉത്തരവ് വന്നത് തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, വളരെ റീസെൻ്റ്ലി അല്ലേ. So that itself shows that delayed justice is denied justice. She waited patiently for so many years, 20 plus years for എന്താ പറയുക ഒരു സൊല്യൂഷൻ കിട്ടാൻ, അല്ലെങ്കിൽ she trusted the judicial system. But do you think that is fair and square? No, that is not fair. നമ്മൾ കറക്റ്റ് സമയത്ത് സുപ്രീം കോർട്ട് ഒരു കേസ് ഡിസ്ബേഴ്സ് ചെയ്യേണ്ടത് ജുഡീഷ്യറിയുടെ നെസസറി ആണ്. ഇറ്റ് ഇൻക്രീസസ് ദ ഫെയ്ത്ത് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ജുഡീഷ്യറി. Okay,
So what do you think? Why is it that judiciary okay, first ഇതും കൂടി നമുക്ക് നോക്കിയിട്ട് നിങ്ങൾ അപ്പോഴത്തേക്കും പോയിന്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കി. നമുക്ക് ട്രെൻഡ്സ് അറ്റ് ദ സുപ്രീം കോർട്ട് ലെവൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസിങ് കേസ് ലോഡ്, ഒരുപാട് കേസസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 18,864 ക്രിമിനൽ കേസ് and 69,553 civil cases are still ongoing. The disposal rate is about 80% of monthly filings. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 7,080 ഓൾമോസ്റ്റ് 80% ആണ് 5667. അത്രയാണ് ഇവരുടെ ഒരു മന്തിൽ. ഇപ്പം ഓഗസ്റ്റ് മാസത്തിൽ അവർ 80% ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് കേസസ്. ഓക്കെ, സോ ഇവിടെ ക്രിമിനൽ കേസസിൻ്റെ അമൗണ്ട് നോക്കൂ, സിവിൽ കേസസിൻ്റെ അമൗണ്ട് നോക്കൂ. സിവിൽ കേസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിവിൽ കേസസ് എന്ന് പറയുമ്പം എന്തൊക്കെയായിരിക്കും ഇതിൽ വരുന്നത്? നമ്മളിപ്പോൾ ഡിവോഴ്സിൻ്റെ കേസസ് സിവിൽ കേസസ് ആണ് അല്ലേ? ഈ ക്രൈം എന്ന് പറയുമ്പോൾ കൊല, കിഡ്നാപ്പിംഗ്, ഇതൊക്കെ ക്രൈമിൻ്റെ ആംഗിളിൽ വരും. ബാക്കിയുള്ള ഇപ്പം ബാക്കി റിലേറ്റീവ്ലി എന്താ പറയുക, ഈ അഡോപ്ഷൻ റിലേറ്റഡ്, ലാൻഡ് റിലേറ്റഡ്, ഇങ്ങനത്തെയൊക്കെ കേസസ് സിവിൽ കേസസിൻ്റെ അടിയിലാണ് വരുന്നത്. ഓക്കെ, so civil cases 69,553 and criminal cases ഇത്രയും ഉണ്ട്. In 2025 52,630 cases were filed while 46,309 were disposed of. അതായത് ഈ വർഷം മാത്രം നമ്മൾ നോക്കുവാണെങ്കിൽ 88% ഓഫ് ഡിസ്പോസൽ റേറ്റ് ഉണ്ട്. പക്ഷേ നമ്മളുടെ ഈ 88,000 എന്നുള്ളൊരു കണക്ക് നമ്മൾ ആദ്യം പറഞ്ഞു ഇവിടെ, 88,417, അത് വർഷങ്ങളായിട്ടുള്ള പെൻഡിങ് കുന്നൂടി വന്നിരിക്കുന്ന ഒരു കണക്കാണ്. ഓക്കെ, ഈ വർഷം നമ്മൾ 88% ഓഫ് ദ കേസ് ഹാസ് ബീൻ ഡിസ്പോസ്ഡ് ഓഫ്. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ഫാസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ്, ഇൻസ്പൈറ്റ് ഓഫ് ഫുൾ ജഡ്ജ് സ്ട്രെങ്ത്, ഇതൊക്കെ നമ്മൾ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും അധികം കേസ് പെൻഡിങ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ഡിസ്പൈറ്റ് ദിസ് അപ്പം യു ഷുഡ് ഓൾസോ നോ ദാറ്റ് ദിസ് സുപ്രീം കോർട്ട് ടേക്സ് റീസെസ്. അതായത് ഇവർക്കൊരു സമ്മർ വെക്കേഷൻ പോലത്തെ ഒരു വെക്കേഷൻ പീരീഡ് ഉണ്ട്, മെയ് മുതൽ ജൂലൈ വരെ. Okay, it usually lasts for around 6 to 7 weeks if I am not wrong. So ഈ പറയുന്ന റീസസിൻ്റെ സമയത്ത്, അതായത് സമ്മർ വെക്കേഷൻ്റെ സമയത്ത് പോലും ഈ പ്രാവശ്യം CJI, അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞു നമുക്ക് പാർഷ്യൽ വെക്കേഷൻ എടുത്താൽ മതി, അതായത് പാർഷ്യൽ വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവണം. ആൻഡ് ഹി ഓൾസോ റിക്വസ്റ്റഡ് ജഡ്ജസ് ടു അതിന് വേണ്ടിയിട്ട് ഒരു 21 ബെഞ്ച് ഈ റിസസിൻ്റെ സമയത്ത് തന്നെ കേസുകൾ കേൾക്കാനും ഒക്കെ ഓൺ ആയിരുന്നു. ഇറ്റ് വാസ് വർക്കിംഗ് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ്. ഇൻസ്പൈറ്റ് ഓഫ് ഇതെല്ലാം റീസസിൻ്റെ സമയത്ത് വർക്ക് ചെയ്തിട്ടും ഫുൾ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്തിട്ടും ഒക്കെയാണ് നമ്മൾ ഈ പെൻഡൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റീസൺ ഫോർ സുപ്രീം കോർട്ടിൽ ഇത്രയധികം പെൻഡിങ് വരാൻ കാരണം എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. കെൻ യു പ്ലീസ് ടെൽ മീ? കോർട്സ് ടു പോപ്പുലേഷൻ റേഷ്യോ കുറവ്. Okay, very good, fine. That can be a very good point. Yes, courts to population, that is judge to population, or a judge to the population ratio വളരെ high ആണ് അല്ലേ? As in it's supposed to be less, but it's very high. So one judge might have a burden of a lot more population than if there were two. അതായത് വേക്കൻസി ഇച്ചിരിയും കൂടി കൂടുതലാണ് സുപ്രീം കോർട്ടിൻ്റെ എങ്കിൽ, ഇച്ചിരിയും കൂടി ജഡ്ജസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഒരു ഫെയർനെസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നിരിക്കാം അല്ലേ? പിന്നെ വേറെ എന്താണ്? വാട്ട് എൽസ് ഇസ് ദ റീസൺ? മാം, ലോവർ കോർട്സിൽ സോൾവ് ചെയ്യപ്പെടാത്ത കേസുകളെല്ലാം ഓൾമോസ്റ്റ് ഇപ്പം ആ കേസ് കൊടുത്തവരായാലും സുപ്രീം കോടതിയിലോട്ട് മൂവ് ചെയ്യും ഞാൻ അവിടെ കണ്ടോളാം എന്നുള്ള ആ ഒരു പരിഗണന ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടും കൂടെ ഇവിടെ പോയി അപ്പീൽ കൊടുക്കും, അപ്പീൽ കൊടുത്തിട്ട് നമ്മൾ മേലെ കയറും എന്നുള്ള അല്ലേ? എന്ത് ഒരു ഉത്തരവ് വന്നാലും നമുക്കിനി സുപ്രീം കോടതിയിൽ അപ്പീലിന് പോവാം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, റൈറ്റ്? അത് ഇപ്പം ഏറ്റവും ചെറിയ ഇമ്പോർട്ടൻസ് ഉള്ള കേസ് ആയിപ്പോയാലും അത് സുപ്രീം കോടതി വരെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സുപ്രീം കോടതിയിൽ കുറച്ചും കൂടെ കൂടുതൽ കേസ് പെൻഡിങ്സിൽ വരും. Okay, all right, fine, that also can be considered, but there are many cases such that നമ്മൾ ആദ്യം തന്നെ സുപ്രീം കോർട്ടിൽ പോവരുത് എന്നുള്ള ഒരു നിയമം ഓൾറെഡി ഉണ്ട്. പല in past there has been many laws and rulings that were
brought about by Supreme Court itself, which said that first approach the lower courts and then if you don't get an answer then approach the higher courts. അതായത് അപ്പീലിന് വന്ന് അപ്രോച്ച് ചെയ്യുന്നത് പോലെ. യെസ്, യു ആർ കറക്റ്റ്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരിക്കും? വാട്ട് അതർ issues do you think is there? What other issues? Think about it. Do you think every case that is filed is a valid case? No, ma'am. No. അല്ലേ? എവറി കേസ് നമ്മളിപ്പം പല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് ഫയൽ ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ചുറ്റിനും നടക്കുന്ന എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണുവാണ്, അല്ലെങ്കിൽ നമുക്ക് തെറ്റ് എന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ എനി ടോം ഡിക്ക് ആൻഡ് ഹാരി ക്യാൻ ഗോ ആൻഡ് ഗിവ് കേസ് ടു ദ സുപ്രീം കോർട്ട് ഇൻ ദ നെയിം ഓഫ് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഓക്കെ, ഇന്ന പോലെ ഇവിടെ നടക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇടപെടണം എന്ന് പറയുന്നത്. ബട്ട് എല്ലാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ മോശമാണെന്നല്ല. ദർ ഹാവ് ബീൻ അമേസിംഗ് റൂളിംഗ്സ് ദാറ്റ് ഹാവ് കം ഔട്ട് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്. ദാറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് തിങ്. ബട്ട് ഇതിലും majority of the public interest litigations that are brought about is definitely something that might not even be of any use to the Supreme Court or the country. So what happens many a times, frivolous cases are signed. Frivolous cases എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആവശ്യമില്ലാത്ത കേസസ് പലപ്പോഴും സുപ്രീം കോർട്ടിൽ പോയി കിടക്കാറുണ്ട്. ഈ പെൻഡിങ് ലിസ്റ്റിൽ ഈ ഫ്രിവലസ് കേസസിന്റെ ഇതും കണക്ക് കൂട്ടും അല്ലേ? സോ ഇങ്ങനത്തെയും ഇഷ്യൂസ് ഉണ്ടാവാം. അൺനെസസറി ആയിട്ടുള്ള കേസസ് പോയി ബാക്ക്ലോഗ് ആയി കിടക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്തായിരിക്കും, വേറെ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ജഡ്ജസിന്റെ കാര്യം പറയും. പിന്നെന്താ നമുക്ക് വേണ്ടത്? വാട്ട് എൽസ് ഡു വി നീഡ്? ഒരു കോടതി ലെവലിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ആദ്യം എന്തൊക്കെയാ വേണ്ടത്? കോർട്ട് റൂം വേണോ? ഡു യു തിങ്ക് ദാറ്റ് എ കോർട്ട് റൂം ഇസ് നെസസറി? റൈറ്റ്? നമ്മൾ എവിടെയാ കേസസ് സോൾവ് ചെയ്യുന്നത്? എവിടെയാ? ഒരു കോർട്ട് റൂമിന്റെ ഉള്ളിലാണ് അല്ലേ? സുപ്രീം കോർട്ടിൽ ഈ കോർട്ട് റൂമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഇച്ചിരി മോശമാണ്. ആകെ 17 കോർട്ട് റൂംസേ ഉള്ളൂ. ഈ 17 കോർട്ട് റൂംസിൽ ഓൺ എ ഡെയിലി ബേസിസ് കേസസ് നടത്തിയാലും എത്ര ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഒരു കേസ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുക അല്ലേ? സോ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ചസ് നല്ല പോലെ ഉണ്ട് സുപ്രീം കോർട്ടിൽ. ദർ ഈസ് വെരി ഹൈ ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ച് ഇൻ സുപ്രീം കോർട്ട്. അറ്റ് ദ സെയിം ടൈം കോർട്ട് സ്റ്റാഫിന് ഉള്ള ഒരു എക്സ്പെഡീറ്റ്, അതായത് അവരുടെ സ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ കേസസ് ഡിസ്പോസ് ചെയ്യാനും ഇപ്പോഴും പണ്ടത്തെ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്ത് ഒട്ടും തന്നെ ഡിജിറ്റൈസ് ചെയ്യാത്ത ഒരു രീതിയിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. സോ ഈ ഒരു ഡിജിറ്റൈസേഷനൊക്കെ വന്നാൽ കാര്യങ്ങൾ ഇച്ചിരി കൂടി ഫാസ്റ്റർ ആവും, ഇച്ചിരി കൂടി സ്ട്രീം ലൈൻഡ് ആവും. പക്ഷേ മെനി ഓഫ് ദ കോർട്ട് സ്റ്റാഫ് ദെംസെൽസ് ആർ നോട്ട് ട്രെയിൻഡ് ഇനഫ് ടു യൂസ് ദ ഡിജിറ്റൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി പോലും പല കോടതി സ്റ്റാഫുകൾക്കും ഇല്ല. സോ ദാറ്റ് അഗൈൻ ഇസ് എ പ്രോബ്ലം. നമുക്കിപ്പം കേസസ് ഇത്രയധികം പെൻഡിങ് ഉണ്ട്, നമുക്ക് 17 കോർട്ട് റൂംസേ ഉള്ളൂ. വൈ നോട്ട് ഡിസ്ബേഴ്സ് എ ലോട്ട് ഓഫ് കേസസ് ഓവർ ദി ഇന്റർനെറ്റ്? നമുക്ക് ഓൺലൈൻ കോർട്ട് റൂംസ്, ഈ കോർട്ട് റൂംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാനാണെങ്കിലും അതിൻ്റെയും എഫിഷ്യൻസി കുറവാണ്. ബിക്കോസ് ഓഫ് ദിസ് ലാക്ക് ഓഫ് അവെയർനെസ് ഓർ ലാക്ക് ഓഫ് ആ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്തതിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് ഈ ഒരു കോർട്ട് റൂംസും എന്താ പറയുക, നമ്മൾ വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അഗൈൻ ദാറ്റ് ഈസ് അനദർ ഇഷ്യൂ. ഫൈൻ. പിന്നെ വേറെ എന്തൊക്കെ പറയാൻ പറ്റും? നമ്മൾ അപ്പീൽസിനെ കുറിച്ച് പറഞ്ഞു, അപ്പീൽസ് ഫ്രം ഹൈക്കോർട്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ കോർട്ട് സ്റ്റാഫ് വേറെയും കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ലോ സാലറീസ്, പുവർ ട്രെയിനിങ്, ഹൈ വർക്ക് ലോഡ്, ഇതെല്ലാം ഇത്രയധികം പെൻഡിങ് കേസസ് ഉണ്ട്. വർക്ക് ലോഡ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് പറ്റുന്നു, വേണ്ട രീതിയിലുള്ള ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ടെക്നോളജിക്കലി ഇച്ചിരിയും കൂടി ബെറ്റർ ആക്കാം നമുക്ക്. സുപ്രീം കോർട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇച്ചിരിയും കൂടി ടെക്നോളജിക്കലി ഇൻ്റർവെൻഷൻ നടത്തി ഇച്ചിരി ആ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാം, പല പ്രൊസീജിയേഴ്സും ഇച്ചിരി കൂടി സിസ്റ്റമാറ്റിക് ആക്കാം എന്നുള്ളതാണ്. ഓക്കെ,
So appeals also, we've already mentioned appeals from lower courts, especially appeals from the high courts is a main thing. പിന്നെ ഈ ജഡ്ജസിൻ്റെയും നമ്മുടെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഈ സംടൈംസ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ആബ്സെൻസ് ഓഫ് ജഡ്ജസ്. ഈവൻ ദോ ദ 34 ജഡ്ജസിൻ്റെയും വേക്കൻസി ഫുൾ ആണെങ്കിലും ജഡ്ജസ് ആബ്സെൻ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആബ്സെൻ്റ് ആവുന്ന സമയത്ത് കേസസ് മാറിക്കൊണ്ടിരിക്കും, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ, പോസ്റ്റ്പോൺ ആയിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഈ റീസസ്, ഈ പ്രാവശ്യം റീസസിൻ്റെ നമുക്ക് റീസൺ പറയാൻ പറ്റില്ല. റീസസിൻ്റെ സമയത്തും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഹാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഓർഗനൈസ് സർട്ടൻ ബെഞ്ചസ്, അല്ലെ, 21 ബെഞ്ചസ് ഫോർ സോൾവിങ് കേസ്. ബെഞ്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. ഇപ്പം ചെറിയ ബെഞ്ച്, ത്രീ ജഡ്ജ് ബെഞ്ച് ഉണ്ട്, 5 ജഡ്ജ് ബെഞ്ചുകളുണ്ട്, 7 ജഡ്ജ് ബെഞ്ച് ഉണ്ട്, 11 ജഡ്ജ് ബെഞ്ച് ഉണ്ട്. ഈ ബെഞ്ച് എന്ന് പറയുന്നത് ഒരു കേസിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് തീരുമാനിക്കുന്നതാണ്. ഓക്കെ, വളരെ സീരിയസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട ബെഞ്ചസ് ആണെങ്കിൽ യൂഷ്വലി 5-ൽ കൂടുതലുള്ള ജഡ്ജസ് ഉള്ള ബെഞ്ചായിരിക്കും. അതല്ല വേറെ കേസസ്, ക്രിമിനൽ കേസസ് ആയിക്കോട്ടെ, സിവിൽ കേസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനാണെങ്കിൽ 3, 5 ആ ഒരു റേഞ്ചിലുള്ള ബെഞ്ചസ് ആയിരിക്കും. ഓക്കെ, സോ ഈ ബെഞ്ച് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ് ദാറ്റ് ഡിസൈഡ് അപ്പോൺ ദ കേസ്. ഓക്കെ, എത്ര ജഡ്ജാണ് വേണ്ടത് ആ കേസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് കിട്ടാൻ എന്നുള്ളതാണ് ഈ ബെഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 21 ബെഞ്ചാണ് CGI ഇപ്രാവശ്യത്തെ സമ്മർ വെക്കേഷന് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് സമ്മർ വെക്കേഷൻ്റെ റീസൺ പറയാൻ പറ്റില്ല. പക്ഷെ യൂഷ്വലി നമ്മൾ സുപ്രീം കോർട്ടിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ സമ്മർ വെക്കേഷൻ്റെ ഒരു പോയിന്റ് നമ്മൾ പറയും, ദാറ്റ് ഈ ഒരു റീസസ് പീരിയഡ് ദാറ്റ് ഈസ് ലാസ്റ്റിംഗ് ഓൾമോസ്റ്റ് 6 to 7 weeks, ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി വെരി, എന്താ പറയുക, ഇത്രയും പെൻഡിങ് ഉള്ള ഒരു കോടതിക്ക് ഇത്രയും വലിയൊരു റീസസിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതുമാത്രമല്ല നമ്മൾ ഫ്രീക്വൻറ്റ് അഡ്ജേൺമെൻറ്റ്സ്, ഇപ്പം നിങ്ങൾ ഒരു സിനിമയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ഒരു കേസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 പ്രാവശ്യമെങ്കിലും കേസ് അഡ്ജേൺഡ്, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അഡ്ജേൺ ചെയ്യാം, അടുത്ത സിറ്റിങ്ങിന് കൊണ്ടുവരാം, പിന്നെ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത ഒരു സിറ്റിംഗ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിലേ ഈസ് എഗെയിൻ ഹാപ്പനിങ്. ഈ ഡിലേസ് ഒക്കെ കാരണമാണ് നമ്മൾ പ്രിസൺ പഠിക്കുന്ന സമയത്ത്, പ്രിസണിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും പോപ്പുലേഷൻ കൂടുതൽ പ്രിസൺസിൽ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പോയിന്റ് പഠിക്കുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേസസ് പെൻഡിങ് ഇൻ ദ കോർട്സ്, റൈറ്റ്? ദാറ്റ് ഈസ് വൺ മെയിൻ റീസൺ വൈ ദർ ആർ a lot of under trials in the prisons. Under trials എന്ന് പറഞ്ഞാൽ എന്താ? Who is an under trial? Can you tell me who an under trial is? Anybody who remembers? Gautam പറഞ്ഞോ. അയാളുടെ മേളിൽ ഇപ്പൊ അയാളാണ് ചെയ്തതെന്ന് പറയുന്നു, ലൈക്ക് ഹി ഈസ് ടേം ടു ബി ദ ക്രിമിനൽ ഹു ഹാസ് ഡൺ ഇറ്റ്. പക്ഷെ കോടതിയിൽ അതിനുള്ള പ്രൊസീജിയേഴ്സ് നടക്കണം, ആണോ അല്ലെങ്കിൽ he is blamed to be a criminal, he is suspected to do the crime, he is suspected to have done the crime, but it's not yet solved, അല്ലേ? കോടതിയിൽ ഇതുവരെ അത് തെളിയിച്ചിട്ടില്ല. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഇയാളാണോ അല്ലയോ ഇനി വേറെ ഏതെങ്കിലും ആളാണോ ഈ ക്രൈം ചെയ്തത് എന്നറിയണമെങ്കിൽ കോടതിയിൽ അത് തെളിയണം, എന്നാലേ ഇയാളുടെ ട്രയൽ തുടങ്ങുള്ളൂ, അല്ലേ? ട്രയൽ പീരീഡ് ഇൻ ദ പ്രിസൺ തുടങ്ങുള്ളൂ, യഥാർത്ഥ ശിക്ഷ തുടങ്ങുള്ളൂ. പക്ഷേ നമ്മുടെ കോടതികളിൽ നമ്മുടെ പ്രിസൺ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദർ ആർ സോ മെനി അണ്ടർ ട്രയൽസ്, മോർ ദാൻ 50% ഓഫ് ദ പോപ്പുലേഷൻ ഇസ് അണ്ടർ ട്രയൽ. അതായത് ഇപ്പോഴും കേസ് കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രിസണിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്, ബിക്കോസ് ഓഫ് ദ കേസ് പെൻഡൻസീസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഇസ് അഗൈൻ എ ഡിലേഡ് ജസ്റ്റിസ്, അല്ലേ? ഇപ്പൊ അയാളല്ല ആ തെറ്റ് ചെയ്തെങ്കിൽ അയാൾക്കെതിരെ അയാൾ അത്രയും നാള് അയാളുടെ പ്രൊഡക്ടിവിറ്റി, അയാളുടെ സൊസൈറ്റൽ ഇമേജ് ഇതെല്ലാം കോംപ്രമൈസ് ചെയ്ത് അയാൾ ജയിലിൽ കിടക്കുകയാണ്. വാട്ട് ഇഫ് ഹീ ഈസ് നോട്ട് ദ ക്രിമിനൽ? വാട്ട് ഇഫ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ദേ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദിസ് ഗൈ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ക്രൈം, അല്ലേ? അപ്പം അഗൈൻ ഡിനൈഡ് ജസ്റ്റിസ്, ഇറ്റ് ഈസ് ദ ഡിനയൽ ഓഫ് ജസ്റ്റിസ് ഇൻ ഇറ്റ് സെൽഫ്, റൈറ്റ്? സോ ഇങ്ങനത്തെ ചില പോയിന്റ്സ് ഓർത്തിരിക്കുക. I think we've covered majority of the points. Fine. So, any doubt? ഈ കഴിഞ്ഞ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Can I go ahead? Okay, ma'am. All right. Monkey Munda system. Okay. കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു ട്രൈബൽ സിസ്റ്റം ആയിട്ട് തോന്നുന്നുണ്ടോ? Monkey Munda system. Okay. It's something that is
followed by a tribal group from Jharkhand region, and the tribes in the പേരാണ് Ho tribes. Okay, they are Ho tribes. So following the removal of several Mundas, Ho tribals in the Kulhan region of Jharkhand launched protests claiming that their traditional monkey Munda self-governance system was being interfered with. So basically ഈ monkey Munda എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം വില്ലേജ് ലെവലിൽ നമ്മൾ പഞ്ചായത്ത് സിസ്റ്റം നടത്തുന്നത് പോലെ, ഓക്കെ, ഒരു നമ്മളുടെ ഒരു ഗവർണൻസ് സിസ്റ്റത്തിൽ ഏറ്റവും താഴത്തെ തട്ടിൽ കിടക്കുന്ന ഒരു സിസ്റ്റമാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെ, പഞ്ചായത്ത് എന്ന് പറയുന്നത്. അവിടെ ഗ്രാമസഭ, നമുക്ക് ഈ പറയുന്ന പോലെ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നമുക്ക് ഒരു ലോക്കൽ ലെവലിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. റൈറ്റ്, ദാറ്റ് ഈസ് ദ ഗവർണൻസ് സിസ്റ്റം, നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഗവർണൻസ് സിസ്റ്റം. ഇനി ട്രൈബ്സിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ക്ലോസ് ട്രൈബ്സിന് വെക്കാറുണ്ട്. ദാറ്റ് നമ്മൾ ഇവരുടെ ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട്. ഇവര് കേസസ് സോൾവ് ചെയ്യുന്നതാണെങ്കിലും ഇവരുടെ കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തുകയാണെങ്കിലും ഇവർക്ക് ഇവരുടേതായ ഒരു രീതികളുണ്ട്, ഇല്ലേ? നമ്മൾ ഇപ്പം 5th ഷെഡ്യൂൾ പഠിക്കുന്ന സമയത്തും 6th ഷെഡ്യൂൾ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദാറ്റ് ട്രൈബ്സിന്റെ കേസിൽ നമുക്ക് ട്രൈബിന്റെ ആ ഒരു കൾച്ചറൽ പ്രാക്ടീസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ കുറെ പ്രാക്ടീസസ് ഉണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ മൂപ്പൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെ? പല ട്രൈബിനും ഈ മൂപ്പനാണ് കുറെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതേപോലെ ഇവരുടെ ക്രിമിനൽ കേസസ് ആണെങ്കിലും സിവിൽ കേസസ് ആണെങ്കിലും ഇവർ സോൾവ് ചെയ്യുന്ന രീതികൾ വളരെ വ്യത്യസ്തമാണ്. ഇവരുടെ റിലീജിയസ് പ്രാക്ടീസസ് വളരെ വ്യത്യസ്തമാണ്. ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് വളരെ വ്യത്യസ്തമാണ്. സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ട്രൈബ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ അതിൽ കൈകടത്താൻ പോയാൽ ഒന്ന് ഇവരുടെ ഈ കൾച്ചറൽ ആ ഒരു റിച്ച് കൾച്ചർ ദ ട്രൈബ്സ് പൊസസ് അതും പോവും, അത് ഇല്ലാണ്ടാവും. And we are also going to unnecessarily interfere with their peaceful working, which we do not have to. So what exactly has happened here? ഈ ഹോ ട്രൈബ് എന്ന് പറയുന്ന ട്രൈബ് നമ്മുടെ ജാർഖണ്ഡ് മേഖലയിൽ കണ്ടുവരുന്ന ട്രൈബാണ്. ഇവർ വളരെ പീസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന ഒരു സെൽഫ് ഗവർണിംഗ് സിസ്റ്റമാണ് മൻകി മുണ്ട സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ സെൽഫ് ഗവർണിംഗ് രീതിയാണത്, അവരുടെ ഒരു ഗവർണൻസ് സിസ്റ്റമാണ് ഈ ട്രൈബിൻ്റെ. അതിൽ അനാവശ്യമായിട്ട് ഇപ്പൊ കൈകടത്തി ഒരുപാട് മുണ്ടാസിനെ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റ്. സോ ഈ ഒരു സിറ്റുവേഷനിലാണ് ഹോ ട്രൈബ്സ് ഈ ഒരു പ്രൊട്ടസ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് മൻകി മുണ്ട സിസ്റ്റം? A traditional decentralized system of self-governance that the Ho tribe in the Kolhan region of Jharkhand adheres to എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്ത് വരുന്ന ഒരു സെൽഫ് ഗവർണൻസ് സിസ്റ്റമാണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗവർണൻസ് സിസ്റ്റമാണ്. ഇറ്റ് സെൻറ്റേഴ്സ് ഓൺ ദ പിഡ് ചീഫ്സ് മങ്കീസ് ആൻഡ് വില്ലേജ് ഹെഡ്സ് മുണ്ടാസ്. വിൽ സീ വാട്ട് പിഡ്സ് ആർ, ഹു വർക്ക് ടുഗെദർ ടു സെറ്റിൽ കോൺഫ്ലിക്ട്സ് ആൻഡ് അപ്ഹോൾഡ് ലോ ആൻഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അത് സംസാരിച്ച് അത് സോർട്ട് ഔട്ട് ചെയ്ത് അവർ വളരെ പീസ്ഫുള്ളി അത് ഫോളോ ചെയ്യുക. അപ്ഹോൾഡ് ലോ ആൻഡ് ഓർഡർ, they are doing it in their own way. All right, so that is the Manki Munda system. മുണ്ട എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ഹെറിഡിറ്ററി ആണ്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് വരുന്ന ഒരു പോസ്റ്റാണ് ഈ മുണ്ട എന്ന് പറയുന്ന പോസ്റ്റ്. അത് ഈ പറയുന്നത് പോലെ ഓരോ വില്ലേജും ലീഡ് ചെയ്യുന്നത് ഈ മുണ്ടയാണ്. ഓക്കെ, സോ മുണ്ടാസ് എന്ന് പറയുന്ന ഒരു ഹെറിഡിറ്ററി പോസ്റ്റാണ് ആൻഡ് ഈസ് ഇൻചാർജ് ഓഫ് സെറ്റിലിംഗ് ലോക്കൽ കോൺഫ്ലിക്ട്സ്. മൻകി എന്ന് പറയുന്ന ഒരാൾ is in charge of a PID. PID എന്ന് പറയുന്നത് it is a collection of 8 to 15 villages. 8 മുതൽ 15 വില്ലേജിന്റെ ഒരു കളക്ഷനെയാണ് അവർ PID എന്ന് പറയുന്നത്. PIDH, PID. ഇതിന്റെ ഒരു ഹെഡിനെയാണ് നമ്മൾ മൻകി എന്ന് പറയുന്നത്. അപ്പം മുണ്ട എന്ന് പറയുന്നത് ഓരോ വില്ലേജിന്റെ ഒരു ഹെറിഡിറ്ററി ഹെഡാണ് മുണ്ട എന്ന് പറയുന്നത്. മൻകി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്, അതായത് 8 to 15 വില്ലേജസിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഹെഡാണ് നമ്മൾ മൻകി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ഹാൻഡിൽസ് എനി ഇഷ്യൂസ് ദാറ്റ് കനോട്ട് ബി സെറ്റിൽഡ് അറ്റ് ദ വില്ലേജ് ലെവൽ. ജസ്റ്റ് ലൈക്ക് ഹൗ വി സോ ഹൈക്കോർട്ടിൽ നിന്ന് അപ്പീൽ പോയി സുപ്രീം കോർട്ടിൽ പോകുന്നത് പോലെ ഒരു മുണ്ടയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നു, മൻകിയിലോട്ട് പോകുന്നു. അപ്പം പിന്നെ മൻകിയാണ് ഇടപെട്ട് ഇത്, അതായത് പോസ്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൻകി ഈസ് അഹെഡ് ഓഫ് മുണ്ട. ഇസ് ദിസ് പോയിന്റ് ക്ലിയർ? ഹൂ ഇസ് എ മുണ്ട, ഹൂ ഇസ് എ മൻകി? എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫൈൻ.
The system is entirely socio-political and decentralized. It has no part in taxation, land management or revenue collection. It only deals with upholding law and order. Okay, nothing to do with land tax collection or ആ ഒരു മേഖലയിലോട്ടൊന്നും ഇത് തീരുമാനങ്ങളൊന്നും എടുക്കുക റവന്യൂവിൻ്റെ ഭാഗമായിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. ജസ്റ്റ് ടു അപ്ഹോൾഡ് ദ ലോ ആൻഡ് ഓർഡർ ഓഫ് ദ ഹോ ട്രൈബ് ഗ്രൂപ്പ്സ്. അത് മാത്രമാണ് ഇവരുടെ ഒരു ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹോ ട്രൈബിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഹോ ട്രൈബ് വിത്ത് മൈനർ പോപ്പുലേഷൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ബംഗ്ലാദേശ് ആൻഡ് നേപ്പാൾ. ദ ഹോ ഓർ ദ കോൽഹ are an Austro-Asiatic Munda ethnic group mostly found in the Kolhan region of Jharkhand and portions of Odisha. So they are actually distributed aanu. Okay, they are not only found in Jharkhand, they are also found in portions of Odisha, West Bengal, Bihar, Bangladesh and also in Nepal. Okay, so Ho tribe ennum parayum, ivare Kolha tribe ennum parayum. Ee Austro-Asiatic ennu parayunnathu basically we've read about negritoid race. നമ്മൾ നെഗ്രറ്റോയിഡ് റേസിനെ കുറിച്ച് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? Yes, ma'am. What are the could you give me an example of a tribal group that is negritoid? Any Sentinel. എന്തോ സെന്റിനലീസ് ആണോ പറഞ്ഞേ? Yes, ma'am. നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ ജാരവ ട്രൈബ് ഉണ്ട്, സെന്റിനലീസ് ട്രൈബ്സ് ഉണ്ട് അല്ലേ? ഇതിലൊക്കെ ഈ പറയുന്നത് പോലെ നമുക്ക് നെഗ്രറ്റോയിഡ് റേസസ് നമുക്ക് കണ്ടുവരാം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെയുള്ളൊരു റേസിലുള്ള ആൾക്കാരാണ് ഓസ്ട്രോ ഏഷ്യാറ്റിക് പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് റേസസ് ഇൻ ഇന്ത്യ. ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് we'll take that up one day. You know, it's a very interesting topic. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു ട്രൈബ് പഠിക്കുന്ന ഈ കോഴ്സിൽ I'll quickly just tell you what are the type of races that we have. And ഈ റേസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഫീച്ചേഴ്സ് പറയുന്നത് അല്ലേ? നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഈ ഒരു ഡിവിഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഹോ ട്രൈബ് ഓസ്ട്രോ ഏഷ്യാറ്റിക്, നമ്മൾ ഈ സെൻട്രൽ ഇന്ത്യൻ റീജിയനിലൊക്കെ കണ്ടുവരുന്ന ട്രൈബ്സ് ഒക്കെ കൂടുതലും ഓസ്ട്രോ ഏഷ്യാറ്റിക് ടൈപ്പുള്ള എന്താ പറയുക ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിരിക്കും. നമ്മൾ സദേൺ ഇന്ത്യയിലോട്ട് വരുമ്പോഴാണ് കൂടുതലും ഇരുണ്ട നിറക്കാരൊക്കെ ഉള്ളത് സദേൺ ഇന്ത്യയിലോട്ട് വരുമ്പോഴാണ്. ഓക്കെ, മോർ നെഗ്രറ്റോയിഡ് റേസ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നതും സദേൺ സൈഡ് ഓഫ് ദി കൺട്രിയിലോട്ടാണ്. നമ്മൾ മേഘാലയ ആ റീജിയനിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതലും കണ്ടുവരുന്നത് നമ്മുടെ മംഗോളിയൻ റേസസ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത് അല്ലേ? മംഗോളിയൻ റേസസ് എന്ന് പറയുമ്പം വി ഓൾറെഡി സീൻ ഹൗ ആർ മംഗോളിയൻ പീപ്പിൾ. നമ്മുടെ ഈ ജാപ്പനീസ്, ചൈനീസ് അവരുടെ ആ ഒരു റേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ മംഗോളിയൻ ഫീച്ചേഴ്സ് ആണ്, വിത്ത് ഫ്ലാറ്റൻഡ് ഐസ്, ഫ്ലാറ്റൻഡ് നോസ് ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ ഇങ്ങനെ ഓരോ റേസസ് ഉണ്ട് അക്രോസ് ആർ കൺട്രി. ഇറ്റ് ഈസ് ഡിവൈഡഡ് വെരി ബ്യൂട്ടിഫുള്ളി. ഓക്കെ, നമ്മുടെ ഈ സെൻട്രൽ ഇന്ത്യയിൽ കാണുന്ന റേസസ് ഒക്കെ യൂഷ്വലി ഓസ്ട്രോ ഏഷ്യാറ്റിക് റേസസ് ആണ്. ആൻഡ് ഇവരുടെ ലാംഗ്വേജസും ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ആണ്. ഇപ്പം നമ്മൾ ദ്രവീഡിയൻ ഫീച്ചേഴ്സ് എന്ന് പറയില്ലേ, സദേൺ ഇന്ത്യയിൽ നമ്മൾ കൂടുതലും കാണുന്നത് ദ്രവീഡിയൻ ഫീച്ചേഴ്സ് ആണ്. നമ്മുടെ ലാംഗ്വേജസ് ആ ദ്രവീഡിയൻ ലാംഗ്വേജസ്, റൈറ്റ്? സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദിയർ ലാംഗ്വേജ്, ഈ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ ലാംഗ്വേജ് ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജസ് ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ്. സോ ദേ സ്പീക്ക് ദ Ho language. Ho tribe speaks Ho language. Okay. So between 4,000 and 3,500 years ago, people from Southeast Asia began to migrate here. So they are not original inhabitants of India. അതുകൊണ്ടാണ് അവരുടെ റേസ് ആണെങ്കിലും അവരെ കാണാനാണെങ്കിലും ബാക്കിയുള്ള നമ്മുടെ ട്രൈബൽസിനെ പോലെ അല്ല. ഓക്കെ, ദേ ഹാവ് എ മിക്സ്ഡ് റേസ് ഓഫ് പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ആസ് വെൽ. They fought against exploitative non-tribal landowners, Dikkus. അതായത് പണ്ട് നമ്മുടെ ഈ ബ്രിട്ടീഷ് ഭരണ സമയത്ത് ഇവരുടെ ഇതേപോലെ തന്നെ ഒരുപാട് നിയമങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുകയും അതിനെതിരെ ഇവർ ഒരുപാട് റിവോൾട്ട്സ് നടത്തുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഉദാഹരണമാണ് ഹോ റിവോൾട്ട്, കോൾ റിവോൾട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ റിവോൾട്ട്സ് ഒക്കെ നടന്ന സമയത്തൊക്കെ ഈ പുറത്തുനിന്നുള്ള നോൺ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഇവരുടെ അടുത്ത് നിന്ന് കാശ് മേടിക്കുക, ഇവരെ ചൂഷണം ചെയ്യുക, അങ്ങനത്തെ ഈ നോൺ ട്രൈബ്സിനെ വിളിക്കുന്ന പേരായിരുന്നു ദിക്കൂസ് എന്ന് പറയുന്നത്. അപ്പം ഇവർക്കെതിരെയുള്ള
റിവോൾട്ട്സ് ഒക്കെ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് 1857 അല്ലേ, ആ സമയത്ത് ദേ ഹാവ് ഓൾസോ റോസ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് രാജ ഓഫ് പൊറാഹട്ട്. ഓക്കെ, സോ ദേ ഹാവ് അത്യാവശ്യം നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഹിസ്റ്ററി ഉണ്ട് ഇൻ ദി ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. ആൻഡ് ദേ ഹവ് ഓൾസോ opposed the invasion of Mughals, Marathas as well, not just the British. ഓക്കെ, സോ ഇവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 4000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഈ ഹോ ട്രൈബ് എന്ന് പറയുന്നത്. ദേ മൈഗ്രേറ്റഡ് ഫ്രം സൗത്ത് ഈസ്റ്റ് ഏഷ്യ, and some people also say that they migrated from the Central Asian region as well. Okay, so this is about them. And society and culture, Kolhan's Manki Munda system provides strong self-governance. ഇവരുടെ ഫെസ്റ്റിവൽ കസ്റ്റംസ് എന്ന് പറയുന്നത് ജോംനാമ പറാബ്, അവരുടെ ഹാർവെസ്റ്റ് ആണത്. ബാ പറാബ്, ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ്. സൊഹ്റായ്, അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽസ്. ആൻഡ് മാഗെ പറാബ്, ക്രിയേറ്റർ ഡയറ്റി ഫീസ്റ്റ്, അതായത് അവരുടെ ദൈവത്തിനെ പൂജിക്കുന്ന ഇതാണ് മാഗെ പറാബ് എന്ന് പറയുന്നത്. കൾച്ചർ റിവോൾവ്സ് അറൌണ്ട് ഡാൻസ് ആൻഡ് മ്യൂസിക് വിത്ത് പെർഫോമൻസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി അഖ്ര വില്ലേജ് ഗ്രൗണ്ട്. സോ ഇവരുടെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഡാൻസ്, മ്യൂസിക്, അവരുടെ കൾച്ചർ തന്നെ ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് ഓൾ ഓഫ് ദീസ്. The Ho are one of the first Adivasi communities to embrace settled farming. അതായത് യൂഷ്വലി നമ്മൾ ട്രൈബ്സിൻ്റെ കാര്യം പറയുമ്പം സ്ലാഷ് ആൻഡ് ബേൺ ഫാമിംഗ് ഫോളോ ചെയ്യുന്നവരാണ് കൂടുതലും ഉള്ളത്. ഒരു എന്താ പറയുക, ഒരു സ്ഥലത്ത് അവർ ആദ്യം ഫാം ചെയ്യും, അവിടെ ഫാം ചെയ്ത് കഴിഞ്ഞ് അത് ഇനി ഗുണമില്ല എന്ന് കാണുമ്പോൾ അവരത് സ്ലാഷ് ചെയ്യുന്നു, ബേൺ ചെയ്യുന്നു, അടുത്ത സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ജും കൾട്ടിവേഷൻ എന്ന് നമ്മൾ പറയും. പലയിടത്ത് അതിന് പല പേരുകളാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന സ്ലാഷ് ആൻഡ് ബേൺ ഫോളോ ചെയ്യുന്നവരാണ് മിക്ക ട്രൈബ്സും. നമ്മൾ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലോട്ട് പോകുവാണെങ്കിലും ഒക്കെ മിക്ക ട്രൈബ്സും സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരാണ്. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി വെരി ഗുഡ് ഫോർ ദി എൻവയൺമെൻറ്റ് ആസ് വെൽ, ഈ സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡ്. നമ്മളിപ്പോൾ മൾച്ചിങ്, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് മൾച്ചിങ്? വാട്ട് ഈസ് മൾച്ചിങ്? ഈ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ക്രോപ്പിന്റെ റിമൈൻസ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ക്രോപ്പിന്റെ റിമൈൻസ് അവിടെ തന്നെ കട്ട് ചെയ്തിടുമ്പോൾ അതിന്റെ ന്യൂട്രിയൻസ് എല്ലാം തിരിച്ച് സോളിലോട്ട് റീപ്ലനിഷ് ആവുന്നത്. അതെ, അതായത് മൾച്ചിങ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഇപ്പോൾ ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യുന്നില്ല, അത് അവിടെ തന്നെ ആ ക്രോപ്പിന്റെ റിമൈൻസ് ഒക്കെ അവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ സമയം കൊടുക്കുന്നു. അതായത് ആ ലാൻഡ് അത് ഡീകമ്പോസ് ആയി ലാൻഡിലോട്ട് വീണ്ടും ന്യൂട്രിയൻസ് ആയിട്ട് തിരിച്ച് കയറാൻ നമ്മൾ സമയം കൊടുക്കുന്നതിനെയാണ് നമ്മൾ മൾച്ചിങ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാർമിംഗ് പ്രാക്ടീസ്. ബട്ട് ദ പ്രോബ്ലം ഈസ് മൾച്ചിങ് ചെയ്യുന്ന സമയത്ത് സമയം ഒരുപാട് പോകും. അതായത് ഇനി അടുത്ത ഇപ്പോൾ എസ്പെഷ്യലി ഗ്രീൻ റെവല്യൂഷനൊക്കെ വന്നതിന് ശേഷം നോബഡി ഹാസ് ടൈം, എവറിബഡി ഹാസ് സ്റ്റോക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. നമുക്കിതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത സെറ്റ് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യാം, പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യാം, വീണ്ടും സോയിലിനെ എൻറിച്ച് ചെയ്യാം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. പക്ഷേ മൾച്ചിങ് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുന്നത്, ഈ ഹാർവെസ്റ്റ് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കണം, അതിന് സമയം കൊടുക്കണം, സോ ദാറ്റ് ദ സോയിൽ ഈസ് റീഗെയിനിങ് ഇറ്റ്സ് ലോസ്റ്റ് വിഗർ അല്ലേ. ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഫെർട്ടിലിറ്റിയൊക്കെ വീണ്ടും റീഗെയിൻ ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുകയാണ് മൾച്ചിങ് ചെയ്യുന്നത് വഴി. സോ മൾച്ചിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ട്രൈബ്സ് പോലും ഫോളോ ചെയ്യുന്നത് പലയിടത്തും ഈ ജൂം കൾട്ടിവേഷൻ ആണ്. സ്ലാഷ് ആൻഡ് ബേൺ, സ്ലാഷ് ചെയ്യുക, ബേൺ ചെയ്യുക, പിന്നെ അടുത്തതിലോട്ട് പോവുക. പലപ്പോഴും ഈ സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡ് കാരണം പ്രത്യേകിച്ച് കാട് പ്രദേശങ്ങളിൽ ഫോറസ്റ്റ് ഫയേഴ്സ് വരെ നടക്കാറുണ്ട് ബിക്കോസ് ഓഫ് ദി സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡ്. ഓക്കെ, സോ അതിന് ഇൻ കമ്പാരിസൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഹോ ട്രൈബ് was one of the first Adivasi communities to embrace settled farming with over 80% of their population working in agriculture. Some of them also മൈനിങ്ങിലും, കാരണം ഈ ജാർഖണ്ഡ് റീജിയൻ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം റിസോഴ്സ് റിച്ച്, മിനറൽ റിച്ച് ആയിട്ടുള്ള റീജിയൻ ആണ് അല്ലേ. അപ്പം അവിടെ മൈനിങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഹോ ട്രൈബ്സ് ഉണ്ട്. ഫൈൻ, ഇസ് ദർ എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ആ പറഞ്ഞോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അമൃത്സരി കുൽച്ച. ഹൗ മെനി ഓഫ് യു ഹാവ് ഹാഡ് അമൃത്സരി കുൽച്ച? Anybody who's had Amritsari kulcha? No? Nobody? Okay. So Amritsari kulcha is up for a GI tag. They've been requesting
for it to have a GI tag. Okay, so endana Amritsari kulcha, this is how it looks. Fine, it's usually made of maida. Endana Amritsari kulcha, basically it is a very flaky tandoori flat bread. Okay, നമ്മൾ തന്തൂർ ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത്. It is made of maida and it is also made of fermented yogurt as well. Okay, അപ്പോൾ അത് ആക്ച്വലി ഭയങ്കര പൊങ്ങി ഒക്കെ വരും, അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൊങ്ങിയൊക്കെ വരും. ഇച്ചിരി ഫെർമെൻറ്റേഷൻ അണ്ടർഗോ ചെയ്ത ഡോ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതൊരു ക്ലേ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ഹവ് സീൻ, ഇറ്റ്സ് യൂഷ്വലി പുട്ട് ഇൻസൈഡ് എ ക്ലേ ഓവൻ ബൈ ദ പേഴ്സൺ ഹു ഇസ് മേക്കിംഗ്. ആൻഡ് അത് ഉള്ളിൽ കിടന്ന് ചുട്ട് വന്നതിന് ശേഷം അവർ ഒരു കോല് വെച്ച് യൂഷ്വലി പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ കുൽച്ച, അമൃത്സരി കുൽച്ച. Fine. So the famous Amritsari kulcha is looking for a GI tag from Punjab's food processing department. This is just to show us that food products inum ee parayunnathu pole GI tag apply ആവും അല്ലേ. നമ്മൾ റസഗുല്ലയുടെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ there are many other dishes that have been come under the GI tag. Palkova, Srivilliputtooർ palkova, ഓക്കെ, തിരുനെൽവേലി ഹൽവ, ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഇങ്ങനത്തെ ടേംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഓക്കെ, ഓൾ ഓഫ് ദിസ് ഈ പറയുന്നത് പോലെ ആ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, അതായത് ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മളിതെല്ലാം മേടിച്ച് കഴിക്കുന്നത്. സോ അതർ പീപ്പിൾ കാൺ ക്ലെയിം എന്താ പറയുക, ഇപ്പം അമൃത്സരി കുൽച്ച വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് ഇത് അമൃത്സരി കുൽച്ചയാണെന്നുള്ളൊരു ക്ലെയിം, ഒരു മിസ്യൂസിന് ഒരു ചാൻസ് ഒഴിവാക്കാനാണ് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് വരുന്നത്. ഫൈൻ. സോ baked in clay oven, that is done. A traditional Punjabi morning meal. It is served with pickled onions, tamarind chutney, chole and either butter or ghee on top. Fine. Originating in Amritsar 200 years ago. It is regarded as a filling based version of naan. Naan എന്ന് പറയുന്നത്, I don't know if you guys have eaten naan. Naan കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? യെസ്. ഓക്കെ, അതിൻ്റെ തന്നെ ഒരു വേറൊരു വേർഷനായിട്ടാണ് നമ്മൾ യൂഷ്വലി കുൽച്ച പറയുന്നത്. ഓക്കെ, ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാവും ഈ കുൽച്ചയിൽ. ചില സമയങ്ങളിൽ ഫില്ലിങ്സ് നമുക്ക് ചൂസ് ചെയ്യാം, ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ഈ പറയുന്നത് പോലെ ഒരു ഭയങ്കര ക്രിസ്പിനെസ് അതിൽ ഈ ഘീയും ബട്ടറും ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ ഇത്രയധികം ക്രിസ്പിനെസ് ഒക്കെ വരുന്നത്. ഇറ്റ് യൂസസ് വെരി ലോ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, I mean it uses very local ingredients. നമ്മുടെ ഈ പറയുന്നത് പോലെ വലിയ ഹൈഫൈ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഹൈ ക്വാളിറ്റി വാട്ടർ ആൻഡ് മൾട്ടി ലെയേർഡ് റോളിംഗ് ടെക്നിക്. നമ്മളുടെ ഈ പൊറോട്ട എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ കുൽച്ച. പക്ഷേ ദ വേ ഇറ്റ് ഈസ് മെയ്ഡ്, ബേക്ക്ഡ് ഇൻ ദ ക്ലേ ഓവൻ, അതൊക്കെയാണ് ഇതിന് ആ ഒരു ഡിസ്റ്റിങ്ക്നെസ് കൊടുക്കുന്നത്. ഓക്കെ, ദ വേ ഇറ്റ് ഈസ് ഫെർമെൻറ്റഡ്, ദ ഡോ ഇസ് ഫെർമെൻറ്റഡ്, അങ്ങനത്തെ ചില പ്രത്യേകതകൾ ഈ പറയുന്ന കുൽച്ച എന്ന് പറയുന്ന ബ്രെഡിനുണ്ട്. ഇറ്റ്സ് വെരി ഫേമസ്, അമൃത്സരി കുൽച്ച. ഓക്കെ, പോപ്പുലർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ലൈക്ക് കേസർദ ധാബ, ഭായ് കുൽവന്ത് സിംഗ് കുൽച്ചിയാൻ വാലെ may be found in Amritsar, which is known as the kulcha capital of India. Yeah, Amritsar is known as the kulcha capital of India. Fine. ബാക്കി നമുക്ക് നാളെ നോക്കാം. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. No? Clear? No, miss. All right. So then we'll wind up for the day. Yeah. Thank you, guys. Miss. Thank you.